ഹലോ, വെൽക്കം ടു കൊമേഴ്സ് ലേണേഴ്സ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലിന്റൺ ചന്ദ്രോബയുടെ സീക്രട്സ് ഓഫ് സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞ ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബുക്കിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി ഒന്ന് കാണുക. എന്നാലാണ് ഈ ഒരു വീഡിയോയ്ക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 2, മൈക്രോസോഫ്റ്റ് ഈസ് ബോൺ. ഈ ഒരു ചാപ്റ്ററില് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫോർമേഷൻ, എങ്ങനെയാണ് ബിൽ ഗേറ്റ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായിട്ടുള്ള പോൾ അലനും ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് അവർ എങ്ങനെയാണ് അത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ബിൽ ഗേറ്റ്സ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ലോ പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൊല്ലം കൂടുതൽ സമയം ചെലവഴിച്ചത് കമ്പ്യൂട്ടർ ലാബിലായിരുന്നു. ബിൽ ഗേറ്റ്സിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ഷെഡ്യൂൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് ക്രമ്മിംഗ് മെത്തേഡ്സ് ഒക്കെ എടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ എക്സാമുകളിൽ ഒരു ആവറേജ് മാർക്കോട് കൂടി പാസ്സാവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ക്രമ്മിംഗ് മെത്തേഡ്സ് ഒക്കെ എടുത്തിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് സമയം മാത്രമാണ് രാത്രികളിൽ ഉറങ്ങിയിരുന്നത്. പിന്നീട് വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ബോസ്റ്റണിലെ ഒരു ഹണിവെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പോയ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള പോൾ അലനുമായിട്ടുള്ള കോണ്ടാക്ട് ഇപ്പോഴും ബിൽ ഗേറ്റ്സ് നിലനിർത്തിയിരുന്നു. അങ്ങനെ 1974 ഡിസംബറിൽ തന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ബിൽ ഗേറ്റ്സിനെ കാണാൻ പോൾ അലൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണ്. അപ്പൊ തന്റെ ഫ്രണ്ടിനെ കാണാൻ വരുന്ന വഴി അദ്ദേഹം കറന്റ് ഇഷ്യൂവിനെ കുറിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോണിക് മാഗസീൻ എടുക്കുകയാണ്. അപ്പൊ ആ ഒരു മാഗസീനിൽ അദ്ദേഹം വേൾഡിലെ തന്നെ ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ ആയിട്ടുള്ള ദി ആൾട്ടയർ 8080നെ കുറിച്ചിട്ട് ആ ഒരു മാഗസീനിൽ നിന്ന് അദ്ദേഹം അറിയാനിടയായി. അപ്പൊ ആ ഒരു മാഗസീൻ തന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം മേടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ബിൽ ഗേറ്റ്സിന്റെ വീട്ടിലെത്തിയതിനു ശേഷം പോൾ അലനും ബിൽ ഗേറ്റ്സും കൂടിയിട്ട് ഈ ഒരു ബ്രേക്ക് ത്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇലക്ട്രോണിക്സിന്റെ ആ ഒരു ഗ്രോത്ത്, ആ ഒരു ഫസ്റ്റത്തെ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ആ ഒരു ഗ്രോത്തിനെ അവർ വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ് ഉണ്ടായത്. പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഇവരുടെ ഒരു ആംബിഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടർ ഓഫർ ചെയ്യുന്ന ഈ പോസിബിലിറ്റിയില് ബിൽ ഗേറ്റ്സും പോൾ അലനും ആകർഷപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ അവര് ആ ഇലക്ട്രോണിക്സിന്റെ ഒരു ബ്രേക്ക് ത്രൂവിൽ അവർ എക്സൈറ്റഡ് ആയി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനുശേഷം ഈ അവരുടെ ഒരു ആംബിഷനാണ് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങിനെ ഈ കമ്പ്യൂട്ടർ, ഈ ഇലക്ട്രോണിക്സിന്റെ ഒരു മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ രൂപപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കമ്പ്യൂട്ടേഴ്സ് ഓഫർ ചെയ്യുന്ന ആ ഒരു പോസിബിലിറ്റിയില് അവര് വളരെയധികം ആകർഷകപ്പെടുകയാണ്. അവര് വളരെയധികം ഫാസിനേറ്റ് ആവുകയാണ് ചെയ്തത്. കാരണം ഇത് അവരുടെ ആംബിഷൻ ആയിട്ടുള്ള പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് അവർക്ക് തോന്നി. അപ്പൊ അങ്ങനെ ബിൽ ഗേറ്റ്സും പോൾ അലനും കൂടിയിട്ട് ദി ആൾട്ടയർ 8080 എന്ന് പറയുന്ന മൈക്രോ കമ്പ്യൂട്ടറിന്റെ മാനുഫാക്ചറിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഗേറ്റ്സ് പറയാണ് അവരുടെ പുതിയ കമ്പ്യൂട്ടറിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ തങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് കേട്ടതും ആ ഒരു മാനുഫാക്ചർ വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ്. കാരണം തങ്ങളുടെ കമ്പ്യൂട്ടറുമായി വർക്ക് ചെയ്യാൻ പറ്റിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെയധികം എക്സൈറ്റഡ് ആവുകയാണ്. അങ്ങനെ ഗേറ്റ്സിനോട് പറയാണ് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ. എന്നിട്ട് എന്തിനാണ് അവരുടെ കമ്പ്യൂട്ടറുമായിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അത് വർക്കിംഗ് ആണോ, ആ ഒരു കമ്പ്യൂട്ടറുമായിട്ട് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാല് അവരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു കമ്പനിയിൽ ജോബ് കിട്ടുമോ, അതുപോലെ തന്നെ ആ ഒരു കമ്പനിക്ക് അതിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവര് തങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് എന്ന് അവര് പറഞ്ഞത്. അങ്ങനെ അവര് മനസ്സിലാക്കണം ആ ഒരു കമ്പനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതും. അങ്ങനെ അവരൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ആ ഒരു സോഫ്റ്റ്വെയറിന് അവർ ബേസിക് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അങ്ങനെ ബിൽ ഗേറ്റ്സും പോൾ അലനും റിയലൈസ് ചെയ്യാണ് അവരുടെ ആംബിഷൻ നടപ്പിലാക്കാൻ. എന്തായിരുന്നു അവരുടെ ആംബിഷൻ? ഒരു പേഴ്സണൽ കമ്പ്യൂട്ടിംഗ്. ആ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് നടപ്പിലാക്കാനുള്ള അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നെത്തിയിരിക്കുകയാണെന്ന് അവര് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബിൽ ഗേറ്റ്സും പോൾ അലനും ആ ഒരു പ്രോഗ്രാം ആ ഒരു കമ്പനിയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. കൂടാതെ ആ ഒരു പ്രോഗ്രാം ആദ്യമായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ബേസിക്കിന്റെ റൈറ്റ്സ് നിലനിർത്തിക്കൊണ്ട് അവരൊരു കരാർ എഴുതുകയുണ്ടായി. അങ്ങനെ അവർ പറയാണ് സോഫ്റ്റ്വെയർ മാർക്കറ്റ് ഹാഡ് ജസ്റ്റ് ബീൻ ബോൺ.
എന്ന് അവർ കംപ്ലീറ്റ്ലി ആയിട്ട് പറയാണ് ആ ഒരു സോഫ്റ്റ്വെയർ മാർക്കറ്റ് ഇപ്പോൾ ജനിച്ചു, പൂർണ്ണമായിട്ടും ഇപ്പോൾ ജനിച്ചു എന്നാണ് അവര് പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ പാർട്ട്ണർഷിപ്പിന് മൈക്രോസോഫ്റ്റ് എന്നാണ് പേരിട്ടത്. എങ്ങനെയാണ് ഈ മൈക്രോസോഫ്റ്റ് എന്ന പേര് വന്നത്? മൈക്രോ കമ്പ്യൂട്ടറിൽ നിന്നും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ നിന്നും ഉള്ള ആ ഒരു വേർഡിൽ നിന്നാണ് മൈക്രോസോഫ്റ്റ് എന്നവരുടെ പേര് അവരുടെ പാർട്ട്ണർഷിപ്പിന് ഇട്ടത്. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് ഓഫീസ് ആൽബിക്കോയിലാണ് അവർ ലൊക്കേറ്റ് ചെയ്തത്. അങ്ങനെ അവിടെ അവർ മൈക്രോസോഫ്റ്റ് രജിസ്റ്റർ ചെയ്യാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകളുടെ ലോകത്ത് ഒരു പുതിയ യുഗം തന്നെ അവര് തുടങ്ങി എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ കമ്പ്യൂട്ടർ ഹോബിസ്റ്റിക്സിന്റെ ഇടയിൽ, കമ്പ്യൂട്ടർ ഹോബിസ്റ്റിക്സ് എന്താണ്? കമ്പ്യൂട്ടേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ഇടയിൽ മൈക്രോസോഫ്റ്റ് ബേസിക് സോഫ്റ്റ്വെയർ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആയിട്ട് മാറി എന്നാണ് പറയുന്നത്. പക്ഷേ ദി ആൾട്ടയർ കമ്പ്യൂട്ടറിൽ ബേസിക് ഉപയോഗിക്കുന്നവരിൽ 10% ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പേ ചെയ്തിട്ട് ആ ഒരു കമ്പ്യൂട്ടർ, ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആ ഒരു കമ്പ്യൂട്ടർ പൈസയ്ക്ക് വേണ്ടി അല്ലാതെ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഗേറ്റ്സ് മനസ്സിലാക്കി. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് റീമാർക്കറ്റ് കോപ്പീസ് ഇറങ്ങുന്നുണ്ടെന്നും അതുപോലെ തന്നെ അത് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നും ഗേറ്റ്സ് കണ്ടെത്തി. അങ്ങനെ സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർക്ക് അവരുടെ സോഫ്റ്റ്വെയറിന് പണം നൽകണമെന്ന് ഗേറ്റ്സ് ഒരു വാർത്താക്കുറിപ്പിൽ പറയാണ്. കൂടാതെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഷ്ടിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോഷ്ടിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. കാരണം എന്താണ്? ഈ സോഫ്റ്റ്വെയർസ് തന്നെ ക്രിയേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? വിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്മാർക്ക് ഈ ഒരു പണം, അവരുടെ സോഫ്റ്റ്വെയറിന് പണം നൽകിയില്ലെങ്കിൽ അത് ആ ഒരു ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ മോഷ്ടിക്കുന്നത് പോലെ ആയിരിക്കും എന്നാണ് ബിൽ ഗേറ്റ്സ് പറയുന്നത്. അങ്ങനെ 1979 മൈക്രോസോഫ്റ്റ് ആൽബിക്കയിൽ നിന്ന് അതിന്റെ ന്യൂ ഹോം ആയിട്ടുള്ള വാഷിംഗ്ടൺ ബെല്ലുവിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ദി ആൾട്ടയർ കമ്പ്യൂട്ടറിലെ ബേസിക്കിന്റെ യൂസേജിന്, സോഫ്റ്റ്വെയറിന്റെ ആ ഒരു യൂസേജിന് മൈക്രോസോഫ്റ്റിന് ഫീസും റോയാലിറ്റിയും ലഭിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് ബിൽ ഗേറ്റ്സിനും പോൾ അലനും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. അത് നഷ്ടപ്പെടുത്താതെ അവർ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിൽ വരുത്തിയ ഇന്നോവേഷന്റെയും കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റിന്റെയും റിസൾട്ട് ആയിട്ട് 1978 1981 ഇടയിൽ മൈക്രോസോഫ്റ്റിന് നല്ലൊരു ഗ്രോത്ത് സംഭവിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. കൂടാതെ ഒരു ഷോർട്ട് ടൈം പീരീഡിന്റെ ഉള്ളിൽ തന്നെ അവരുടെ സ്റ്റാഫുകളുടെ എണ്ണം 25 നിന്ന് 128 ആയിട്ട് ഇൻക്രീസ് ചെയ്യാനും റവന്യൂ 4 മില്യൺ നിന്ന് 16 മില്യൺ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് ജപ്പാനിലും യുണൈറ്റഡ് കിങ്ഡത്തിലും അവരുടെ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസ് ഓപ്പൺ ചെയ്യാനും. പക്ഷെ ആ ഒരു സമയമായപ്പോഴേക്കും തന്നെ വേൾഡിലെ കമ്പ്യൂട്ടേഴ്സിലെ 30% മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ 1986 പബ്ലിക് കോർപ്പറേഷനായി ലോഞ്ച് ചെയ്ത മൈക്രോസോഫ്റ്റ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് കടക്കുകയാണ്. കൂടാതെ അവരുടെ ഇനീഷ്യൽ ഷെയറിൽ ഒരു ഷെയർ അവർ വിറ്റത് $21. അങ്ങനെ അദ്ദേഹത്തിന്റെ 31ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു മില്യണറായിട്ട് മാറുകയും ചെയ്തു. പക്ഷെ ഒരു ഇയറിന്റെ ഉള്ളിൽ തന്നെ അവര് ആ ഒരു ഷെയറിന്റെ റേറ്റ് $19.75 ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയും ബിൽ ഗേറ്റ്സ് ഒരു ബില്യണറായിട്ട് മാറുകയും ചെയ്തു എന്ന് ഇതിൽ പറയുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് ഹി ഈസ് ദ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ. അദ്ദേഹമായിരുന്നു ഒരു ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ. ആ ഒരു കാലഘട്ടത്തിലെ ലാർജസ്റ്റ് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡർ അദ്ദേഹമായിരുന്നു വിത്ത് മോർ ദാൻ 4.5% കോമൺ ഷെയർ സ്റ്റോക്ക്. പിന്നെ പറയുന്നുണ്ട് 1999 ഈ സ്റ്റോക്ക് ലെവൽ എല്ലാം ഇൻക്രീസ് ആയി നിൽക്കുന്ന ആ ഒരു ടൈമിലും ബിൽ ഗേറ്റ്സിന്റെ വർത്ത് എന്ന് പറയുന്നത് $101 ബില്യൺ ആയിരുന്നു. 1975 മുതൽ 2005 വരെ ബിൽ ഗേറ്റ്സ് എല്ലാ ദിവസവും വർക്കിന് പോയിട്ടുണ്ട് എന്നുള്ളതും കൂടാതെ മൈക്രോസോഫ്റ്റിന്റെ ആനുവൽ റവന്യൂ $77.85 മില്യൺ ആണെന്നുള്ളതും ഈ ഒരു ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് 103 കൺട്രീസിലായിട്ട് 91,000 പീപ്പിൾസിന് അവര് ആ ഒരു കമ്പനിയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു ബുക്കിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ചാപ്റ്റർ 4ന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഫോർ മോർ വീഡിയോസ്.